സോ ഗൈസ്, അങ്ങനെ 5 രാജ്യത്തൊക്കെ കറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ പോയ സമയത്ത് അച്ചുവും ഒരു ചെറിയ ട്രിപ്പിലൊക്കെ പോയിട്ട് അവളും തിരിച്ചു വന്നു. അതെ അതെ അതെ. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് നമ്മൾ 5 രാജ്യത്ത് പോകുന്നു പറയുമ്പോഴത്തേക്കും 5 രാജ്യത്തെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ പർച്ചേസും ചെയ്തില്ല. അങ്ങനെ ഒരുപാട് പർച്ചേസ് ബേസിലല്ല ഞങ്ങൾ പോവുകയും ചെയ്തു. ജസ്റ്റ് ചുമ്മാ പോയിട്ട് പെട്ടെന്ന് വരാം. കാരണം ഞങ്ങൾക്ക് വേറൊരു ട്രിപ്പ് കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾ വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. അതെ എന്തായാലും. അപ്പോ ഈ ട്രിപ്പിൽ അതെ ചിലപ്പോൾ വരത്തില്ല. അപ്പൊ ഞാൻ വേറെ ഭാര്യയായിട്ട് പോകും, അല്ല വേറെ പെണ്ണായിട്ട് പോകും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനിവേ നമ്മൾ എന്തായാലും വാങ്ങിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തായിട്ട് പറയാ, പെട്ടിപ്പൊട്ടിക്കൽ, അൺബോക്സിങ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ച ഒരു സാധനം കാണിച്ചുതരാം. ഒരു ജാക്ക് ഡാനിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. യെസ്. പിന്നെ ദേ ഒരു ചെരുപ്പ് ക്രോക്സ് ഉണ്ട്. ഇങ്ങനെയുണ്ട്, കൊള്ളാ. അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പ്. ഇത് ഇവിടുത്തെ അണ്ടിപ്പരിപ്പല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അണ്ടിപ്പരിപ്പല്ല ഇത്. ഇതങ്ങ് ഞങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിച്ച വിയറ്റ്നാമി അണ്ടിപ്പരിപ്പാണ്. നമ്മുടെ നാട്ടിലെ ഇതെന്ത് അളവ് കറക്റ്റ്. ഇവിടെ അളവ് കിട്ടാൻ അങ്ങനെ പാടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് അവിടെ കിട്ടണ്ടേ. ഇത് കണ്ട, നമ്മള് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ട ഇതൊരു ആക്ച്വലി നമ്മുടെ ഇതിന്റെ കോഫി പൗഡർ മനസ്സിലായോ? അതെ 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 അതെ. പൊടിയാണ്. നമ്മുടെ ഒരു മരപ്പട്ടീനെ കൊണ്ട് മരപ്പട്ടി തിന്നിട്ട് കാഷ്ടിക്കും, അപ്പിയിട്ടിട്ടുള്ള അതിന്റെ ചോക്ലേറ്റ് ആണ്. ഓക്കെ, അതിന്റെ ചോക്ലേറ്റ് അല്ല, അതിന്റെ കോഫി ബീൻ. ഇത് ഫിൽറ്റർ കോഫിയുടെ പിന്നെ എന്തോ പിന്നത് കണ്ടോ? മെയിൻ സാധനം കണ്ടോ? ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് നല്ല വിലയുള്ളൊരു സാധനമാണ്. പിന്നെ ദേ ഞങ്ങളൊരു ഹോട്ടൽ റൂമിൽ കിടന്നപ്പോൾ വിയറ്റ്നാമിൽ ഈ ഒരു കോഫി കുടിച്ചു നോക്കണം. അടിപൊളി കോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ചായ ഞാൻ ലൈഫിൽ കുടിച്ചിട്ടില്ല. അത്രയും സൂപ്പർ സാധനമാണ്. പിന്നെ ഇത് ആക്ച്വലി ഞാൻ എനിക്ക് തന്നെ വാങ്ങിച്ചതാണ്. അതായത് വിയറ്റ്നാമിൽ പോയിട്ട് ഇത് വിയറ്റ്നാമി സിൽക്ക് എന്താ പറയുക ഈ മെറ്റീരിയൽ. ഓക്കെ, ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാൻ ഇതുകൊണ്ട് ഒരു ഷർട്ട് തയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇത് തങ്കമാമിച്ചിയുടെ സാരി പോലെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ആസ് യൂഷ്വൽ ചോക്ലേറ്റ്സ് ആണ്. ഇത് മറ്റേ ഫ്രൂട്ടിന്റെ തായ്ലൻഡിയാണ്. ഇത് തായ്ലൻഡിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു ചോക്ലേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കാം എന്തായാലും. താങ്ക് യു. മാംഗോ അച്ചു എടുത്തോളൂ, കുടിക്കൂ. എന്താണ് മാംഗോ. ഇത് വീണ്ടും ഒരു കുപ്പിയാണ് വാലന്റൈൻസിന്റെ. എടുക്കൂ.